നമസ്കാരം. രാഹുൽ മാങ്കുടത്തിൽ എംഎൽഎക്കെതിരായ രണ്ടാം ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസമാണ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റിന് മുൻപാകെയാണ് അതീവ രഹസ്യമായി മൊഴി നൽകിയത്. മൊഴിയിലെ പ്രധാന കാര്യങ്ങൾ സ്വാധീന ശക്തി ഭയന്നാണ് ആദ്യം പരാതി നൽകാതിരുന്നത്. എന്നാൽ ടിവിയിൽ വന്ന രാഹുൽ ഇത് കള്ളപ്പരാതി എന്ന് പരിഹസിച്ചപ്പോഴാണ് നിയമ പോരാട്ടത്തിന് ഉറച്ച് ഇറങ്ങിയതെന്നാണ് യുവതി വ്യക്തമാക്കുന്നത്. ഹോം സ്റ്റേയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും പിന്നീട് വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തി ഒന്നിലധികം തവണ പീഡനം തുടർന്നുവെന്നും മൊഴിയിലുണ്ട്. നിലവിൽ പരാതിക്കാരുടെ വൈദ്യപരിശോധന പൂർത്തിയായി. രാഹുൽ മാങ്കുടത്തിൽ വിഷയത്തിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. രണ്ടാം ബലാത്സംഗ കേസ് വെറും വ്യാജമാണെന്ന് പറഞ്ഞവർക്ക് മറുപടിയുമായി അതിജീവിത തന്നെ നേരിട്ട് രംഗത്ത് വരികയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പരാതി നൽകാൻ വൈകിയതെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയും മൊഴിയിലുണ്ട്. പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനത്തിലുള്ള ഭയം. എന്നാൽ താൻ നേരിട്ട ക്രൂരതയെ പരസ്യമായി അപമാനിക്കാൻ പ്രതി മുതിർന്നപ്പോഴാണ് ആ പെൺകുട്ടി നീതി തേടി കോടതിയിലെത്തിയത്. ഹോം സ്റ്റേയിലെ പീഡനം മാത്രമല്ല, വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയ വിവരം ഈ രഹസ്യ മൊഴിയിലുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയാർ മെനയുന്ന ഈ തിരക്കഥയിൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാണ് പാലക്കാടൻ ജനത ചോദിക്കുന്നത്. രാഹുൽ മാങ്കുടത്തിൽ എന്ന യുവ നേതാവിനെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തവർ ഇപ്പോൾ ബലാത്സംഗം എന്ന ആയുധവുമായി ഇറങ്ങിത്തിരിക്കുകയാണ്. ഇത്രയും കാലം ഇല്ലാതിരുന്ന പരാതി ഇപ്പോൾ എവിടെ നിന്നാണ് വന്നത്? സ്വാധീനത്തെ ഭയന്നു എന്ന് പറയുന്നത് സ്ഥിരം കേൾക്കുന്ന പല്ലവിയല്ലേ? ഇത്രയും നാൾ മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ കൃത്യമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒത്തുവന്നപ്പോൾ മൊഴി നൽകാൻ തോന്നിയത് ആരുടെ ബുദ്ധിയാണ്? ഇതൊക്കെയാണ് ജനം ചോദിക്കുന്നത്. രാഹുൽ മാങ്കുടത്തിനെതിരെയുള്ള രണ്ടാം ബലാത്സംഗ കേസ്, ഈ കഥയിലെ വിടവുകൾ പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും ഇതൊരു കൃത്യമായ പൊളിറ്റിക്കൽ സ്കെച്ചാണെന്ന്. കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയിൽ പറയുന്നത് പീഡനം നടന്നിട്ട് കാലമേറെയായി എന്നാണ്. എന്നാൽ പരാതി നൽകാൻ വൈകിയത് ഇര പറയുന്നത് വിചിത്രമായ ന്യായമാണ്. രാഹുൽ ടിവിയിൽ വന്ന് ന്യായീകരിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം വന്നത്രേ. നിയമ പോരാട്ടങ്ങൾ നടക്കുന്നത് വൈകാരികമായ ദേഷ്യത്തിന്റെ പുറത്തല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ ആർക്കും തോന്നുന്ന ഒരു സംശയമുണ്ട്. കേരളത്തിലെ ഇത്രയും തിരക്കുള്ള ഒരു പൊതുപ്രവർത്തകൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ആരും അറിഞ്ഞില്ലേ? അതോ ഇതെല്ലാം രാഹുലിന്റെ രാഷ്ട്രീയ കരിയർ അവസാനിപ്പിക്കുവാൻ എതിരാളികൾ ചമച്ച നാടകമാണോ? ഈ കേസിൽ രാഹുലിന് ജാമ്യം ലഭിച്ചത് തന്നെ പരാതിയിലെ ബലഹീനതയായാണ് കണക്കാക്കുന്നത്. രാഹുലിനെ തകർക്കാൻ നോക്കുന്നവർക്ക് തെറ്റി. ഇത്രയും കാലം മൗനം പാലിച്ചിട്ട് ഇപ്പോൾ രഹസ്യമൊഴിയുമായി വരുന്നത് ആരെ ബോധിപ്പിക്കാനാണ്? ഈ കേസിന് പിന്നിലെ രാഷ്ട്രീയ തിരക്കഥ മലയാളികൾക്ക് മനസ്സിലാകും. പരാതി നൽകാൻ വൈകിയത് ന്യായീകരിക്കാൻ സ്വാധീനം എന്ന വാക്കുപയോഗിക്കുന്നത് തന്നെ സ്ഥിരമട്ടമാണ്. സത്യം മൂടിവെക്കാൻ ആർക്കും കഴിയില്ല. കോടതിയിൽ നീതി പുലരും. രാഹുൽ മാങ്കുടത്തിൽ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരുമെന്നാണ് രാഹുൽ അനുകൂലികൾ വാദിക്കുന്നത്. പരാതിക്കാരിയുടെ വൈദ്യപരിശോധനയും പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ പീഡനം നടന്നു എന്ന് പറയുന്ന മാസങ്ങൾക്കല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞ് ഇപ്പോൾ നടത്തുന്ന ഈ വൈദ്യപരിശോധന കൊണ്ട് എന്ത് തെളിവാണ് പോലീസിന് കിട്ടാൻ പോകുന്നത്? ശാസ്ത്രീയമായി ഇതിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഈ ഒരു സാഹചര്യത്തിൽ മെഡിക്കൽ പരിശോധന എന്നത് വെറും ഒരു ഫോർമാലിറ്റി മാത്രമാണ്. പീഡനം നടന്നോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ പരിശോധന കൊണ്ട് കഴിയില്ല എന്ന് ഏതൊരാൾക്കും അറിയാം. പരാതിക്കാരിയെ കൊണ്ട് ഇങ്ങനെ ഒരു പരിശോധന കൂടി നടത്തിച്ച് കേസ് വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാനുള്ള ചിലരുടെ ഗൂഢാലോചനയാണിതെന്ന് രാഹുൽ അനുകൂലികൾ പറയുന്നു. ജനങ്ങളെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടിയുള്ള വെറും ഒരു ഷോ എന്നാണ് രാഹുൽ അനുകൂലികൾ ഇതിനെ വാദിക്കുന്നത്. തെളിവുകൾ ശേഖരിക്കാൻ കഴിയാത്ത ഇത്രയും വൈകിയ പരിശോധനകൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. ഇത് രാഹുലിനെതിരെ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണ് എന്നതിന് മറ്റൊരു തെളിവായി മാറും. വൈദ്യ പരിശോധന വൈകുന്നത് പ്രതിഭാഗത്തിന് കോടതിയിൽ വലിയ അനുകൂല ഘടകമാണ്. എവിഡൻസ് ടാമ്പറിംഗ് അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവം എന്ന നിലയിൽ വക്കീൽ അത് ശക്തമായി തന്നെ വാദിക്കുവാനും സാധിക്കും.